നമസ്കാരം. നാളെ ജനുവരി 3. സാധാരണ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രപഞ്ചം മുഴുവൻ പോസിറ്റീവ് എനർജി നിറയുന്ന ദിവ്യമായ ദിവസം. അതെ, നാളെ പൗർണമിയാണ്. ഈ വർഷത്തെ ആദ്യത്തെ പൗർണമി വ്രതം. ചന്ദ്രൻ അതിൻ്റെ പൂർണ്ണശോഭയിൽ നിൽക്കുന്ന സമയം. ജ്യോതിഷപ്രകാരം ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെയും ധനത്തിൻ്റെയും കാരകനാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു പ്രാർത്ഥന പോലും 10 മടങ്ങ് ഫലമാണ് ലഭിക്കുക. പ്രത്യേകിച്ച് ലക്ഷ്മി ദേവി ഭൂമിയിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന സമയമാണിത്. പക്ഷേ ഈ പൗർണമി ദിനം 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും. ഇവർക്ക് സമ്പത്തിൽ ആറാടാനുള്ള യോഗമാണ് തെളിയുന്നത്. ആരാണ് ആ ഭാഗ്യവാന്മാർ? നാളെ വൈകുന്നേരം നിങ്ങൾ വീട്ടിനുള്ളിൽ ചെയ്യേണ്ട ആ രഹസ്യകർമ്മം എന്താണ്? നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തുകൊണ്ടാണ് പൗർണമി ദിവസം സമ്പത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സമുദ്രം വേലിയേറ്റം കൊണ്ട് നിറയുന്നത് പൗർണമിയിലാണ്. അതുപോലെ മനുഷ്യൻ്റെ മനസ്സും ഭാഗ്യവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയമാണിത്. നാളെ ജനുവരി 3 ശനിയാഴ്ച കൂടി വരുന്ന പൗർണമി ആയതുകൊണ്ട് ഇതിന് ശക്തി കൂടും. ശനി ഭഗവാന്റെ അനുഗ്രഹവും ദേവിയുടെ കാരുണ്യവും ഒരുമിച്ച് ലഭിക്കുന്ന അപൂർവ നിമിഷം. കടം കൊണ്ട് വലയുന്നവർക്കും സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവർക്കും എഴുന്നേൽക്കാനുള്ള അവസരമാണ് നാളെ. പ്രത്യേകിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ നാളെ വ്രതമെടുക്കുകയോ ക്ഷേത്രദർശനം നടത്തുകയോ ചെയ്താൽ അവരുടെ ദാരിദ്ര്യം പടിയിറങ്ങും. ഇനി നമുക്ക് ആ ഭാഗ്യനക്ഷത്ര ജാതകരെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നാളെ പൗർണമിയാണ്. പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഇന്ന് രാത്രി 10 മണിയോടുകൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുന്ന ആ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുക്കും. നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രധാനമായും 3 വിവാഹം നക്ഷത്രക്കാർക്കാണ് നാളെ മുതൽ ധനയോഗം തുടങ്ങുന്നത്. അതിലൊന്ന് ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും നക്ഷത്രങ്ങൾ. ഇവർക്ക് നാളെ മുതൽ കയ്യിൽ പണം വന്നു ചേരും. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ആ നക്ഷത്ര ജാതകരെ ഓരോരുത്തരായി നമുക്കറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രം. ഇവർ നാളെ ദേവീക്ഷേത്രത്തിൽ പോകുന്നത് വഴിമുടങ്ങിക്കിടന്ന പണം തിരികെ കിട്ടാനും ജീവിതത്തിൽ അതിസമ്പന്നതയിൽ ഇവർക്കെത്തുവാനും കാരണമാകും. ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. അതിസമ്പന്നതയിൽ രോഹിണി നക്ഷത്ര ജാതകർ എത്തുകയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ശുക്രൻ്റെ നക്ഷത്രമാണ് ഭരണി. ആഡംബര വസ്തുക്കൾ വാങ്ങാനും ധനം സമ്പാദിക്കാനും നാളെ മുതൽ ഇവർക്ക് സാധ്യമാകും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. എല്ലാ രീതിയിലും സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കുന്നു. എല്ലാ രീതിയിലും സർവൈശ്വര്യം. അപ്പോൾ ധനം ധാരാളം വന്നു ചേരും. ലോട്ടറി അടിക്കാം, വസ്തുവകകൾ വാങ്ങാം, വിദേശത്തേക്ക് പോകാൻ സാധിക്കും. പണം ധാരാളമായി വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. വിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. ഇവർക്ക് നാളെ തൊഴിലിൽ വലിയൊരു നേട്ടം പ്രതീക്ഷിക്കാം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അടുത്തത് വ്യാഴത്തിൻ്റെ നക്ഷത്രങ്ങൾ. ഗുരുകൃപ ഒരുപാട് ലഭിക്കുന്ന നക്ഷത്ര ജാതകർ. ഇവർക്ക് ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം പുണർതമാണ്. ശ്രീരാമൻ്റെ നക്ഷത്രം. നാളെ മുതൽ കുടുംബത്തിൽ സമാധാനവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകും. ആ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും. ധനലാഭം വന്നു ചേരും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ ജാതകം, വർഷഫലം, പൊരുത്തം ഇവയൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിൽ വലിയ ലാഭം നേടാൻ ഈ പൗർണമി സഹായിക്കും.
എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തും വിശാഖ നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. കടങ്ങൾ തീർക്കാൻ പുതിയ വഴികൾ ഇവർക്ക് തെളിയും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും പൂരുരുട്ടാതിക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം അത്തമാണ്. പ്രത്യേക രാജയോഗമുള്ളവരാണ് ഈ നക്ഷത്ര ജാതകർ. അതിൽ ആദ്യത്തെ നക്ഷത്രം അത്തമാണ്. നാളെ മുതൽ ഇവർ തൊട്ടതെല്ലാം പൊന്നാകും. അടുത്ത നക്ഷത്രം ചോതിയാണ്. മനസ്സിലാഗ്രഹിച്ച കാര്യം നാളെ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. ആഗ്രഹങ്ങളൊക്കെയും നടന്നു കിട്ടും. ഈ നക്ഷത്രക്കാർ നാളെ ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ കഴിക്കരുത്. അത് ഭാഗ്യത്തെ തടയുന്നതിന് തുല്യമാണ്. അതുപോലെ ഭാഗ്യം ഉണ്ട് എന്ന് കരുതി വെറുതെ ഇരുന്നാൽ പോരാ. നാളെ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. പാൽപ്പായസം. പൗർണമി ദിവസം ചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ടത് പാലാണ്. നാളെ വൈകുന്നേരം കുറച്ച് പാൽപ്പായസം ഉണ്ടാക്കി പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുക. പിന്നീട് അത് കുടുംബാംഗങ്ങൾക്ക് പ്രസാദമായി നൽകുക. ഇത് വീട്ടിലെ ദാരിദ്ര്യം മാറ്റുക തന്നെ ചെയ്യും. വിളക്ക് കൊളുത്തേണ്ട രീതി. നാളെ വൈകുന്നേരം 6:30 വീടിൻ്റെ പൂമുഖത്ത് 2 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുക. നെയ്യൊഴിച്ച് വേണം നിലവിളക്ക് കൊളുത്താൻ. ആ വിളക്കിൻ്റെ മുൻപിൽ വെറ്റിലയും പാക്കും വയ്ക്കുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ മന്ത്രം ചൊല്ലാൻ മറക്കരുത്. വിളക്കിന് മുന്നിലിരുന്ന് ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. അത് നമ്മുടെ ആപത്തൊക്കെ മാറ്റി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കൊണ്ടുതരും. ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറ്റിത്തരും. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടാൻ തന്നെ യോഗമുള്ളവർ തന്നെയാണ്. അടുത്തത് ആരും പറയാത്ത എന്നാൽ 100% ഫലം തരുന്ന ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരാം. നാളെ പൗർണമി ദിവസം ഇത് ചെയ്താൽ പണം നിങ്ങളെ തേടി വരും. നാളെ രാത്രി ഒരു ചെറിയ വെളുത്ത തുണി എടുക്കുക. അതിൽ ഒരു നാണയം, ഒരു ഏലയ്ക്ക, ഒരൽപ്പം പച്ചക്കർപ്പൂരം എന്നിവ വയ്ക്കുക. ഇത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം ഒരു കെട്ടായി കെട്ടി നിങ്ങളുടെ പണപ്പെട്ടിയിലോ പേഴ്സിലോ സൂക്ഷിക്കുക. അടുത്ത പൗർണമി വരെ ഇത് അവിടെ ഇരിക്കട്ടെ. ഇതൊരു കാന്തം പോലെയാണ്. പണത്തെ ഇത് ആകർഷിച്ചു കൊണ്ടേയിരിക്കും. വിശ്വാസത്തോടെ നാളെ ഇത് ചെയ്തു നോക്കൂ. മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. തീർച്ചയായും വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടം നിങ്ങളെ തേടി വരും. പ്രിയപ്പെട്ടവരെ, ജനുവരി 3 ഈ പൗർണമി ദിനം വെറുതെ കളയരുത്. ഈശ്വരാനുഗ്രഹം ആവോളം ലഭിക്കുന്ന സമയമാണിത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾ, അത് വിവാഹമോ ജോലിയോ കടബാധ്യതയോ എന്തുമാകട്ടെ, അത് മാറാൻ ജാതകപരമായ പരിഹാരങ്ങൾ ആവശ്യമായി വരാം. നിങ്ങളുടെ ജാതകം കൃത്യമായി പരിശോധിച്ച് നിങ്ങൾക്ക് മാത്രമുള്ള ദോഷപരിഹാരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിക്കാതെ ബന്ധപ്പെടുക. നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നമ്പർ ഇതാണ്: 94 967 24 401. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു പൗർണമി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.